ഹായ് സ്റ്റുഡൻസ്, 2025 നീറ്റ് പരീക്ഷയിൽ ഏറ്റവും നല്ല വിജയം കരസ്ഥമാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മേഖലയിൽ എത്തിച്ചേരണമെന്ന് അതിതീവ്രമായി ആഗ്രഹിച്ച് ബ്രില്യൻറ്റിനോടൊപ്പം ചേർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ +2 വരെ എങ്ങനെയാണോ പഠിച്ചത് അതിൽ നിന്നും കുറച്ചൊന്ന് മാറി പഠിച്ച കാര്യങ്ങൾക്ക് വ്യത്യാസമില്ല, കോൺസെപ്റ്റുകൾ മാറുന്നില്ല, കോണ്ടന്റുകൾ സെയിം ആണ് എങ്കിൽ പോലും പഠന രീതിക്ക് മാറ്റം വരുത്തേണ്ട കാര്യം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ബ്രില്യൻ കുടുംബവുമായി ചേർന്ന് പോകേണ്ടത് എന്ന കാര്യം, ഇതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു പുതിയ കുടുംബത്തിൻ്റെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കുട്ടികൾ ഫൗണ്ടേഷൻ മുതൽ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകളിലൂടെ ഓൾറെഡി ബ്രില്യൻ കുടുംബത്തിൻ്റെ ഭാഗമായവരാണ്. ചില കുട്ടികൾ ആദ്യമായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ എങ്ങനെയുള്ള കുട്ടികളായാലും ആദ്യം പറയാനുള്ളത്, നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു കോളേജ് സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ആ പരീക്ഷ വിജയം കൈവരിക്കണം എന്ന് ആഗ്രഹിച്ചാണ് ബ്രില്യൻറ്റിലേക്ക് വരുന്നത് അല്ലേ? അത് ഏറ്റവും തീവ്രമായ ഒരാഗ്രഹമാണ്. അതിന് കോംപ്രമൈസുകളൊന്നും ഇല്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചുവടുവെച്ച് തുടങ്ങുമ്പോൾ പല കാര്യങ്ങളോടും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലേ? നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നിങ്ങൾ വീട് വിട്ട് ആദ്യമായിട്ട് മാറുന്ന കുഞ്ഞുങ്ങളാകാം. സോ ഈ സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട തയ്യാറെടുപ്പുകൾ അതിനായിരിക്കണം. അച്ഛനെയും അമ്മയെയും ഏറ്റവും അടുത്ത് കണ്ട് ബന്ധുക്കളോടൊപ്പം മുത്തച്ഛനോടും മുത്തശ്ശിയോടൊപ്പം ചിലവഴിച്ച നാളുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ബ്രില്യൻ കുടുംബത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ്. എത്തുമ്പോൾ മാനസികമായിട്ട് തന്നെ അതിനെ നിങ്ങൾ ഉൾക്കൊണ്ടേ മതിയാകും. കുറച്ച് ദിവസം, വരുന്ന ദിവസം നമുക്കൊരു ഹോം സിക്നെസ് അല്ലെങ്കിൽ അമ്മയെ കാണണം, അച്ഛനെ കാണണം എന്നൊക്കെ തോന്നാം. പക്ഷേ ആ തോന്നലുകൾ നിങ്ങളെ ഹോണ്ട് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെ അത് ബാധിക്കാതെ ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു പോകണം, ബ്രില്യൻറ്റിൽ വരുന്ന ഒരു കുട്ടികളും അങ്ങനെ പറഞ്ഞു പോയിട്ടില്ല എങ്കിൽ കൂടി മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ തീർച്ചയായും നടത്തണം. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് നമ്മൾ വീട് വിട്ടു മാറുമ്പോൾ ഡെഫിനറ്റായിട്ടും പല കാര്യങ്ങളും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കരുതാൻ പറ്റുന്ന കാര്യങ്ങളെപ്പോലും നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണും. കാരണം അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമവും സങ്കടവും പിന്നെ ആദ്യമായിട്ട് മാറുന്നതിൻ്റെയൊക്കെ ഒരു രീതി ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ക്ലാസ് മെൻറ്റർ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ഹോസ്റ്റലിലുള്ള ഹോസ്റ്റൽ വാർഡൻ, അതുമല്ലെങ്കിൽ കോർഡിനേറ്റർ, ഈവൻ ഡയറക്ടേഴ്സിനോട് പോലും നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ കഴിയും. ഉറപ്പായിട്ടും അതിനുള്ള പരിഹാരം ഞങ്ങൾ കാണുക തന്നെ ചെയ്യും. സോ ആദ്യം വേണ്ടത് അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പുകളാണ്. ഇനി മാനസികമായ തയ്യാറെടുപ്പെന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്കും ആ തയ്യാറെടുപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ ആദ്യമായിട്ട് മാറി നിൽക്കുന്ന ഒരു കുട്ടി അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളെ വിളിച്ചിട്ട് എനിക്ക് തിരിച്ചു വരണം, എനിക്ക് വേണ്ട, എനിക്ക് മതിയായി എന്നൊക്കെ പറയാം. പക്ഷെ ആ 2 ദിവസം നിങ്ങളുടെ മറുപടി ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം. അത് കുഞ്ഞിനെ വഴക്ക് പറയാതെ, ഉപദേശിക്കാതെ, എന്താ കാര്യമെന്ന് കൃത്യമായിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം. ആദ്യത്തെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ സിസ്റ്റവുമായിട്ട് ചേർന്ന് വീട് വിട്ടുമാറിയ ബുദ്ധിമുട്ടെല്ലാം മാറി അവൻ ആ സ്ട്രീമിലേക്ക് വരും. പക്ഷെ ആ 3 ദിവസം അവൻ ചിലപ്പോൾ നിങ്ങളെ വിളിച്ച് കരയുന്നുണ്ടാകാം, നിങ്ങളെ വിളിച്ച് അവൻ്റെ ദേഷ്യം അറിയിക്കുന്നുണ്ടാകാം, വേറെ പലതും പറയുന്നുണ്ടാകാം. അവിടെ ഏറ്റവും സംയമനത്തോടെ അവൻ്റെ പരാതികൾ കേൾക്കുക അല്ലെങ്കിൽ അവന് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യം. നമ്മളും ഒരു മാനസിക മുന്നൊരുക്കം നടത്തണം. കുഞ്ഞ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ, നിന്നെ ഞാൻ പഠിക്കാനല്ലേ കൊണ്ടുവിട്ടെ, നീയല്ലേ ഇത് സെലക്ട് ചെയ്ത്, എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യന് പകരം കൃത്യമായിട്ട് അവനോട് സംസാരിച്ച് കുറച്ചു നേരം, എനിക്ക് തോന്നുന്നു നമ്മൾ രക്ഷിതാക്കൾ അവരോട് സംസാരിച്ചാൽ മാത്രം മതി, അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി അവർ ഈ ട്രാക്കിലേക്ക് വരും. ഇനി കുട്ടികളോട്, നിങ്ങൾ 1ാമത്തെ ദിവസം ഇവിടെ വന്ന് ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മുതൽ ഈ പരീക്ഷയുടെ സീരിയസ്നെസ്സിനെ കുറിച്ചും എത്ര കുട്ടികളാണ് ഇതിൽ അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും, അത് മാത്രമല്ല നിങ്ങളെപ്പോലെ മെരിറ്റോറിയസ് ആയിട്ടുള്ള ഹാർഡ് വർക്കിങ്ങിന് തയ്യാറായിട്ടുള്ള കുട്ടികളോടൊപ്പമാണ് നിങ്ങൾ മത്സരിച്ച് തുടങ്ങുന്നത്. ഞാൻ ഇന്ന് വന്നല്ലേ ഉള്ളൂ, നാളെ തൊട്ട് പഠിക്കാം, ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ് അല്ലേ, ആദ്യത്തെ പരീക്ഷ വരട്ടെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ നീക്കി വെക്കരുത്. ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ്, ആദ്യത്തെ ദിവസം നിങ്ങളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പോയിന്റ് മുതൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം,
ക്ലാസ്സുകളിൽ നിങ്ങൾക്കത് കിട്ടുന്നില്ല എങ്കിൽ ഡെഫിനറ്റായിട്ടും പ്രൊഫസേഴ്സിനെ വന്ന് കണ്ട് അത് ചോദിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ വന്ന വീക്കല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, ഞാൻ ഡൗട്ട് ചോദിച്ചാൽ പ്രൊഫസർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. മറിച്ച് ആദ്യം തന്നെ നിങ്ങൾ കേൾക്കുന്ന കോൺസെപ്റ്റിൽ, അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യക്തതക്കുറവ് തോന്നിയാൽ അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം. ആദ്യം വരുന്ന പരീക്ഷ നിങ്ങൾ ആദ്യത്തെ വീക്കിൽ വന്നാൽ എല്ലാ ആഴ്ചയും വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ പുതിയ വീക്ക് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ മൺഡേ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകും. സോ അതുവരെ നിങ്ങൾ പഠിച്ചത് കൃത്യമായിട്ട് ഹൃദിസ്ഥമാക്കി ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കി നിങ്ങൾ ഒബ്ജക്റ്റീവ് പരീക്ഷയിലേക്ക് വരണം. ആദ്യത്തെ ഒബ്ജക്റ്റീവ് പരീക്ഷ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ അയ്യോ എനിക്ക് നല്ല മാർക്ക് കിട്ടിയല്ലോ, ഞാൻ ഓക്കെ ആണ് എന്നല്ല കരുതേണ്ടത്. എൻ്റെ ബിഗിനിങ് നന്നായി, ഇനി ഏറ്റവും അവസാനം വരെ ഇതേ പേസിൽ പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. ഇനി അതല്ല, ആദ്യത്തെ പരീക്ഷയ്ക്ക് ഇച്ചിരി ഒന്ന് മാർക്ക് കുറഞ്ഞു പോയി, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇത്രയും മാർക്ക് വാങ്ങിയിട്ടും അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കോൺസെപ്റ്റ് അറിയാമായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റിയത് എന്നല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. മറിച്ച് ഞാൻ ഇത്രയും നാള് ഡിസ്ക്രിപ്റ്റീവ് പഠിച്ചു വന്ന ആളാണ്, ഡിസ്ക്രിപ്റ്റീവിൽ നിന്നും ഒബ്ജക്റ്റീവിലേക്ക് ഞാൻ മാറിയപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എനിക്ക് കുറച്ച് സ്ലോ ആയിപ്പോയി. അതിലേക്ക് വരാൻ ഞാനെടുത്ത സമയം കൊണ്ടാണ് ഈ മാർക്ക് കുറഞ്ഞത്. അവിടെ എന്താണ് കാര്യം എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരിക്കലും അവസാനത്തെ പരീക്ഷ വരെ കാത്തു നിൽക്കരുത്. മറിച്ച് ആദ്യത്തെ പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ മുതൽ എന്താണ് എൻ്റെ എറർ, ഞാൻ പഠിച്ച കോൺസെപ്റ്റിൽ എനിക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാകാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ആ പഠിച്ച കാര്യം ഞാൻ വീട്ടിൽ ചെന്ന് വീണ്ടും വായിച്ച് പഠിക്കാഞ്ഞിട്ടാണോ, ചെയ്ത പ്രോബ്ലം റിപ്പീറ്റ് ചെയ്ത് ചെയ്യാഞ്ഞിട്ടാണോ, അതോ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ, ഇങ്ങനെ എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറ്റിയതെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് ആദ്യത്തെ പരീക്ഷ മുതൽ തന്നെ നിങ്ങൾ കൊണ്ടുപോയാൽ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് 720 തന്നെ വാങ്ങാൻ കഴിയും. നേരെ മറിച്ച് ഞാൻ ഒരു യൂണിറ്റ് കഴിയട്ടെ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിയട്ടെ അങ്ങനെ വിചാരിച്ചിരുന്നാൽ ആദ്യത്തെ ഭാഗം പെൻഡിങ് ആയി, ഓരോ ദിവസവും നിങ്ങളുടെ പെൻഡിങ്ങുകൾ കൂടിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനമാകുമ്പോൾ എനിക്ക് ബാക്ക്ലോഗ്സ് വന്നുപോയി, അല്ലെങ്കിൽ 2 എക്സാം എനിക്ക് പെൻഡിങ് ആണ്, ആ എക്സാം ടോപ്പിക്കുകൾ എനിക്ക് ക്ലിയർ ആയില്ല. അവസാനമാകുമ്പോൾ ഈ ബാക്ക്ലോഗ്സ് എല്ലാം തീർക്കാനും എക്സാം എഴുതാനും നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. അവസാന നിമിഷങ്ങളിലുള്ള ആ സ്ട്രെസ്, ആ ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ആദ്യമേ തന്നെ ശ്രമിക്കുക. ആദ്യമേ തന്നെ നിങ്ങൾ ശ്രമിച്ചു തുടങ്ങിയാൽ ആദ്യത്തെ പരീക്ഷ എഴുതുമ്പോൾ മുതൽ, ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മുതൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട്, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ പുതിയൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അത് എല്ലാവർക്കും ആക്സെപ്റ്റൻസ് ഒരുപോലെ അല്ല. ചില ആൾക്കാർ പെട്ടെന്ന് ഈ ഒരു രീതികളോട് അക്സെപ്റ്റഡ് ആകും, നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റഡ് ആകും. പക്ഷെ ചില ആൾക്കാർ അഡാപ്റ്റഡ് ആകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ അങ്ങനെ അഡാപ്റ്റഡ് ആവുന്നില്ല, നിങ്ങളുടെ റൂംമേറ്റ് അങ്ങനെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അവനോട് ബിഹേവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ കുട്ടികൾ, ഞാൻ നേരത്തെ തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് പ്രൊഫസേഴ്സിനെയോ കോർഡിനേറ്റേഴ്സിനെയോ ക്ലാസ് ടീച്ചേഴ്സിനെയോ ഡയറക്ടേഴ്സിനെയോ ഒക്കെ നേരിട്ട് കണ്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണ് എന്ന് അവരോട് സംസാരിക്കാനും അതിന് കൃത്യമായ ഒരു പരിഹാരം കാണാനും കഴിയും. ഇതൊന്നും തന്നെ അവസാന നിമിഷങ്ങളിലേക്കല്ല മാറ്റി വെക്കേണ്ടത്. ആദ്യത്തെ തുടക്കം അത് നന്നായാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ, ഒരു സ്ട്രെയിനും ഇല്ലാതെ നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ കഴിയും. സോ നിങ്ങൾ ഓരോരുത്തരും ബ്രില്യൻ്റ് കുടുംബത്തിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. ഇനിയുള്ള ഒരു വർഷം നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് കൃത്യമായി വഴികാട്ടാൻ ഇവിടെ സിസ്റ്റം റെഡിയാണ്. അതിനനുസരിച്ച് പോകാൻ നിങ്ങളും റെഡിയായി ബ്രില്യൻ്റിലേക്ക് എത്തും. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.